ഇപ്പം നാട് മുഴുവൻ അമീബിക് മസ്തിഷ്ക ജ്വരം പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ ഉറവിടം എന്താണെന്നോ ഇതെങ്ങനെയാണ് പടരുന്നതെന്നോ ഇതെങ്ങനെയൊക്കെയാണ് പിടിച്ചു നിർത്താൻ കഴിയുന്നത് എന്നതിനെ പറ്റി ഒരു ധാരണയില്ല ഈ ആരോഗ്യ വകുപ്പിന്. ഇപ്പൊ ഈ ലക്ഷക്കണക്കിന് വരുന്ന തീർത്ഥാടകർ വരുന്ന സ്ഥലം, അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ ഗൗതം? അപ്പൊ ഇതിനൊരു ശ്രദ്ധ വേണ്ടേ? അത് മാത്രമല്ല സ്വാമി, ഈ ശബരിമല എന്ന് പറയുന്നത് ഒരു കാനന ക്ഷേത്രമാണ്. ഒരു വലിയ വനത്തിന് നടുക്കുള്ള ഒരു ക്ഷേത്രത്തിൽ എന്തൊക്കെ പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനം അവിടെ നടത്താമോ അതെല്ലാം ഈ സർക്കാർ സംവിധാനവും ദേവസ്വം ബോർഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ കെമിക്കൽ മുഖത്ത് തേക്കാൻ കൊടുക്കുക, ഇതെല്ലാം ഈ പരിസ്ഥിതിക്ക് വിരുദ്ധമാണല്ലോ. നമ്മൾ എന്തിനാണ് മാലയിട്ട് മല ചവിട്ടുന്നത്? അത് പരിസ്ഥിതിയോട് കൂടി അടുക്കാനാണ്. കാരണം അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു കാനന ദേവൻ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സ്വഭാവത്തിലേക്ക് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും മാറ്റാൻ വേണ്ടിയാണ് മാലയിട്ട് മല ചവിട്ടുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവിടെ മുഴുവൻ മാലിന്യവും അതോടൊപ്പം തന്നെ ഈ കെമിക്കലും നിൽക്കുകയാണ്. ഇതെന്തൊരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ഈ സംവിധാനങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും കോടതി ചില പ്രധാനപ്പെട്ട ഇടപെടൽ നടത്തുന്നത് ഇപ്പൊ ഗൗതത്തിലൂടെ എനിക്ക് ചോദിക്കുന്നത്, ഗൗതം പത്തനംതിട്ടക്കാരനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ കുറച്ചുകൂടി വ്യക്തതയും ക്ലാരിറ്റിയുമായി പറയാൻ സാധിക്കും. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇത്രയും പരിപാവനമായൊരു സന്നിധാനം, ഇത്രയും പരിപാവനമായൊരു ക്ഷേത്രം, ഈ ക്ഷേത്രത്തിന് ചുറ്റുമാണ് ഈ പറയുന്ന വിശ്വാസം മുതലെടുത്തുകൊണ്ട് തന്നെ ഈ കാട്ടുകൊള്ള നടത്തുന്നത്. എനിക്ക് തോന്നുന്നു, ഒന്ന് ആലോചിച്ച് നോക്കുക ഗൗതം, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ സ്ഥിതി എന്താകുമായിരുന്നു? വളരെ ഇതാണ്. പ്രത്യേകിച്ച് ശ്യാമ, ഈ ശബരിമല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് മാത്രമല്ല നമ്മൾ പറയേണ്ടത്. ശബരിമല എല്ലാ കാലഘട്ടങ്ങളിലും ഈ ഹിന്ദു വിരുദ്ധ സംവിധാനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റാണ്. കാരണം ഹിന്ദുത്വത്തെ ഒരു കാലഘട്ടങ്ങളിൽ ഈ പല തലത്തിലേക്ക് ഡിവൈഡ് ചെയ്തത് ജാതീയതയാണ്. പക്ഷേ ശബരിമലയിൽ എല്ലാ ഹിന്ദുക്കളും ഒരുമിച്ചെത്തുന്ന ഒരു കാലഘട്ടം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അതിനാലാണ് 1950-ൽ മിഷണറിമാർ ഈ ശബരിമല ക്ഷേത്രം തന്നെ തീ വെച്ച് അവിടുത്തെ വിഗ്രഹം തകർത്തത്. പിന്നീട് നിലയ്ക്കൽ പ്രശ്നങ്ങളുണ്ടായത്. അപ്പോൾ ശബരിമല അതുകൊണ്ടാണ് എപ്പോഴും വിവാദങ്ങളിലേക്ക് വരുന്നത്. അത് ദേവസ്വം ബോർഡ് മാത്രമല്ല, ഹിന്ദു വിരുദ്ധ സംവിധാനങ്ങളുടെ മുഴുവൻ ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ് കൂടിയാണ് ശബരിമല ക്ഷേത്രം എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. യെസ്, എന്തായാലും നമുക്കിനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഗൗതം, നമുക്ക് വളരെ വേഗത്തിൽ നമ്മുടെ ഈ ലൈവത്തോൺ ഇപ്പോൾ 2 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഗൗതം. എനിക്ക് തോന്നുന്നു ഒരുപാട് അതിഥികൾ നമുക്കൊപ്പം പ്രധാനപ്പെട്ട ചില ആശങ്കകളും പരിഹാരങ്ങളും ഒക്കെ പങ്കുവെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത് രാത്രി ഡിബേറ്റോട് കൂടി അത് അവസാനിക്കത്തുള്ളൂ. തീർച്ചയായും അനിൽ നമ്പ്യാരുടെ വളരെ പ്രധാനപ്പെട്ട അതിഥികൾ പങ്കെടുക്കുന്ന സമഗ്രമായ ഒരു ഡിബേറ്റ് കൂടി, അതാണ് കലാശക്കൊട്ട്. തീർച്ചയായും ഇതൊക്കെ അപ്പുറത്തേക്ക് അധികാരികളോട് വീണ്ടും ഞങ്ങൾ പറയുകയാണ്, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾ 7 കോടി കൊണ്ടുപോയി പൊടിച്ചില്ലേ? AC-യും നല്ല അടിപൊളി 5 സ്റ്റാർ മോഡൽ താമസവും റിസോർട്ടുകളുടെ താമസവും. ഇത് വളരെ സീരിയസ് ആയിട്ട് ശ്യാം പറയുമ്പോഴും എനിക്ക് പെട്ടെന്ന് ആ പിണറായി പ്രസംഗിക്കും അവിടെ ആൾക്കാരൊന്ന് ഉറങ്ങിയതും ഒക്കെ എൻ്റെ മനസ്സിലൂടെ പോയി. അതാണ് ഞാൻ ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഒരുപാട് വളരെ സീരിയസ് ആയിട്ട് പറയുമ്പോൾ അല്ലേ ഞാൻ എന്തിനാ ഇവിടെ ഒന്ന് ചിരിക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കരുത്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ആ അന്നത്തെ ആ രംഗം ഉണ്ടല്ലോ, മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന ആൾക്കാരെല്ലായിരുന്നു ഉറങ്ങുന്നു, അതാണ് ഞാൻ ഇങ്ങനെ പൊട്ടിച്ചിരിച്ചത്. തീർച്ചയായും